ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പീരുമേട്ടിൽ പട്ടുമുടി ടീ ഫാക്ടറിയുടെ അടുത്താണ്. ടീ ഫാക്ടറിയിൽ നമ്മുടെ തേയില എങ്ങനെയാണ് പ്രോസസ്സിങ് ചെയ്യുന്നത് ആ രീതിയെക്കുറിച്ചൊക്കെ നമ്മുടെ ഫാക്ടറികളായിട്ട് കാണാം. നമുക്ക് ഉണ്ടാക്കാൻ തേയിലപ്പൊടി ചെയ്യാനുള്ള ആദ്യത്തെ ഘട്ടം ഇത് തന്നെയാണ്. ഈ കൊളുന്ത് അവിടെ നിന്ന് കാറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ കൊളുന്ത് ഇവിടെ ഇടും. ഇവിടെ ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇതിന്റെ അടിയിൽ കൂടി ഇത് ഫാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഫാനിൽ കൂടി നല്ലവണ്ണം കാറ്റ് കിട്ടും. കാറ്റ് കിട്ടുന്ന സമയത്ത് ഇത് നല്ല ഉണങ്ങി കിട്ടും. ഉണങ്ങി കിട്ടുമ്പോൾ ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് നമ്മുടെ സീറ്റീസിലോട്ട് കൊണ്ടുപോകും. സീറ്റീസിലോട്ട് അവിടെ മെഷീനുണ്ട്. ആ മെഷീൻ്റെ അകത്ത് ഇടുവാണെങ്കിൽ ഷട്ടർ ബ്ലേഡ് പോലെ ആ ബ്ലേഡ് ഇടുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് മുറിച്ചെടുത്ത് കറക്റ്റായിട്ട് കുറച്ച് വെട്ടിയെടുത്ത് നേരെ സീറ്റീസിലോട്ട്. അപ്പോൾ ഇത് ആദ്യത്തെ കട്ട ഇതാണ്. ഇത് കളിച്ചിട്ട് വേണം ഇനി നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. ഇത് ഫീൽഡിൽ നിന്ന് കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് ഈ ട്രപ്പിന്റെ മേളിൽ ഇടും. ഈ ട്രപ്പിന്റെ മേളിൽ ഇട്ടിട്ട് ഇതിന് വെള്ളമയം ഉണ്ടെങ്കിൽ ഈ വെള്ളമയം ഉണക്കാനായിട്ട് ഇതിന്റെ അടിയിൽ കൂടി ഒരു ഫാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഫാൻ പിടിപ്പിക്കുമ്പോൾ ആ ഫാൻ ഓടിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള വെള്ളമയൊക്കെ കംപ്ലീറ്റ് പഠിച്ചിട്ട് ഇവിടെ നിന്ന് ഈ ട്രപ്പിൽ നിന്ന് സീറ്റീസിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. മെഷീൻ്റെ അകത്ത് ഇട്ട് അരയ്ക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. കൊണ്ടുപോയിട്ട് ഈ സട്ടർ ബ്ലേഡ് ഉണ്ട്. ഈ സട്ടർ ബ്ലേഡിന്റെ അകത്ത് ഒരു തേയില കൊളുന്ത് ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ സട്ടർ ബ്ലേഡ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ആ സട്ടർ ബ്ലേഡ് വെട്ടുന്നത് കട്ടാൻ നമുക്ക് അറിയാം. ഇന്ന് അവർ ഇല ഇടുന്നത് നമ്മൾ ആദ്യം കണ്ടതുപോലെ ആ ലേഡി ഇല ഇടുന്നത് ഇത് കണ്ടോ, ഇടുമ്പോ ഇങ്ങനെ വെട്ടി ഇങ്ങനെ കാണും. ഇങ്ങനെ ഓർക്കുന്നുണ്ട് ആ ബ്ലേഡ് വെട്ടി വന്ന് ഇങ്ങനെ കാണും. വെട്ടി വരുമ്പോ ഇത് കണ്ടോ ഇങ്ങനെ വരും. ഇനിയും തേയിലപ്പൊടി ഇങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ തേയിലപ്പൊടി വന്നിട്ട് ഇതിൻ്റെ അകത്ത് 5 റോളറുണ്ട് കട്ടിങ്. ഈ കട്ടിങ് ഓരോന്നായിട്ട് നല്ലപോലെ കട്ട് ചെയ്ത് ആ ഡ്രമ്മിന്റെ അവിടെ പോകും. നമുക്ക് ആ ഡ്രമ്മിന്റെ അവിടെ പോകുമ്പോൾ ആ കാണുന്ന ഡ്രമ്മ് ആ ഡ്രമ്മിന്റെ അവിടെ പോകും. ഡ്രമ്മിന്റെ അവിടെ പോകുമ്പോൾ അവിടെ ഒരു കൂളിംഗ് ഫാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഫാന് ഇപ്പൊ ഇത് കാണുമ്പോൾ ചൂടാണെങ്കിൽ അത് ഡ്രമ്മിന്റെ അകത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കൂളിംഗ് ഫാൻ വരുമ്പോൾ അത് തണുത്ത് കാണും. അത് നമുക്ക് അവിടെ പോകുമ്പോൾ കാണാം. നല്ലപോലെ നിങ്ങളുടെ തണുത്ത് കൂളിംഗ് ആയിരിക്കും. അപ്പൊ ഈ തേയിലപ്പൊടി കൂളിംഗ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് വറുത്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇതിന്റെ അടുപ്പ് നേരെ പുറകിലായിരിക്കും. ഇത് നമുക്ക് അടുപ്പ് കൊണ്ട് കാണാൻ പോവാം. ഇതാണ് നമ്മൾ തേയിലപ്പൊടി വറുത്തെടുക്കുന്ന അടുപ്പ്. ഇപ്പൊ ടെമ്പറേച്ചർ 304 ടെമ്പറേച്ചർ ഉണ്ട്. ഇത് കണ്ടോ ഇവിടെ തേയിലപ്പൊടി അനുസരിച്ച് ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ അതനുസരിച്ച് ടെമ്പറേച്ചർ കൊടുക്കും. ഡ്രമ്മിന്റെ അകത്ത് കുറവാണെങ്കിൽ അതുപോലെ ഈ ടെമ്പറേച്ചർ കുറയും. ഡ്രമ്മിന്റെ അകത്ത് തേയിലപ്പൊടി കൂടുതലാണെങ്കിൽ ഇവിടെ വന്നിട്ട് ടെമ്പറേച്ചർ കുറേശ്ശെ കൂടെ കൂടുതൽ വയ്ക്കും. ഇതിൻ്റെ അകത്ത് 10 ക്വാളിറ്റി തേയിലപ്പൊടി ഉണ്ട്. 10 ക്വാളിറ്റി. ഇതിനകത്ത് 10 ക്വാളിറ്റി ഉണ്ട്. ഇത് ഓരോ ക്വാളിറ്റി ആയിട്ട് നമുക്ക് താളം പിരിക്കാനായിട്ട് അങ്ങോട്ട് ആ ചലട ഉണ്ട്. ആ ചലട നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ കണ്ടാൽ തന്നെ അറിയാം. ഓരോ തേയിലപ്പൊടിയും ഇങ്ങനെ കുറേ എല്ലാ ഗ്രേഡും 10 ഗ്രേഡ് നമുക്ക് അവിടെ പോകുമ്പോൾ കാണാം. ഇത് കണ്ണൂരിൽ കൂടി ഇങ്ങനെ പോയിട്ട് ഈ ചലിപ്പം കൂടി പോകുന്നത് മൊത്തം ടെസ്റ്റ് പൊടി പൗഡർ പോലത്തെ പൊടി മാത്രം 5 ക്വാളിറ്റി. ഈ ചലിപ്പ് പൊടി ഇത് അങ്ങോട്ട് പോകും. ഇത് ഗ്രേഡ് മാത്രം കരിയായിട്ടുള്ളത് ഇത് മാത്രം ഓരോന്നായിട്ട് 1, 2, 3, 4 അടുത്ത 5 ഇങ്ങനെ ഓരോ ഗ്രേഡായിട്ട് തന്നെ ഇങ്ങനെ പോകും. ഇത് ഓരോ എല്ലാ തേയിലപ്പൊടി ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഒരു തേയിലപ്പൊടി ക്വാളിറ്റി തന്നെയാണ്. ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് നല്ല നീറ്റായിട്ട് ഇതോടെ ചെറിയ നാറൊക്കെ എടുത്ത് മാറ്റി ഇതൊക്കെ വെള്ളവും ചെറുതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് ഈ നാറൊക്കെ പോകാനായിട്ട് ഈ മെഷീൻ്റെ അകത്ത് ഇടുവാണെങ്കിൽ നാറൊക്കെ മാറ്റി നല്ല അടിപൊളിയായിട്ട് നല്ല തേയിലപ്പൊടിയായിട്ട് കിട്ടും. അത് പിന്നെ ഓരോ റൗണ്ട് വെള്ളം ചെറുതെടുക്കാനായിട്ട് അത് കറക്റ്റായിട്ട് ഒരേ ഒന്നായിട്ട് എടുക്കാനായിട്ട് നമ്മൾ ആ കാണുന്ന മെഷീൻ്റെ അകത്ത് അവിടെ വിടും. അത് ഇടുന്നുണ്ട് ഇപ്പോൾ തന്നെ. അവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല പ്യൂറായിട്ട് നല്ല തേയിലപ്പൊടി. ഇതിപ്പോൾ എങ്ങനെ ഉണ്ട് ഇതിനെക്കാട്ടിലും ഞാൻ തേയിലപ്പൊടി ആ തേയിലപ്പൊടി കാണിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പ്യൂറായിട്ട് നല്ല നീറ്റായിട്ട് വെച്ചിരിക്കുക തേയില. നമുക്ക് അവിടെ പോയി ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നത് SFT, ഇത് FT, ഇത് SRD, അത് RD, അത് PD. SFT അതിന്റെ ഫുൾ നെയിം വന്നിട്ട് സൂപ്പർ ഫൈൻ ടെസ്റ്റ്. ഇത് FT ഫൈൻ ടെസ്റ്റ്, SRD സൂപ്പർ റെഡ് ടെസ്റ്റ്, RD റെഡ് ടെസ്റ്റ്, PD പെപ്പോ ടെസ്റ്റ്. അങ്ങനെ ഓരോ 5 ഗ്രേഡ് ഇങ്ങനെ. പിന്നെ
മെയിൻ മെഷീൻ ആ മെഷീനാണ്. നമുക്ക് ഈ കാണുന്ന SFD ഇപ്പൊ ഈ തേയിലപ്പൊടി ഇതിനകത്ത് കണ്ടാൽ തന്നെ അറിയാം, ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസം മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ആ മെഷീൻ്റെ അകത്ത് ഇടുവാണെങ്കിൽ ഇതും അതും നമുക്ക് വ്യത്യാസം കാണാം. അത് നല്ല നീറ്റായിട്ട് എല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാനുള്ള മെഷീൻ ആ മെഷീൻ പ്യൂറായിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് നല്ല നീറ്റായിട്ട് ഇത് കാണും തേയിലപ്പൊടി. എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഇതിനകത്തൊന്നും കാണത്തില്ല. കണ്ടാൽ തന്നെ അറിയാം നല്ല നീറ്റായിട്ട് നല്ല തേയിലപ്പൊടിയായിട്ട് ഇരിക്കുക. ലാസ്റ്റ് ഫൈനൽ മെഷീൻ ഈ മെഷീൻ ഇതാണ് ഫൈനൽ മെഷീൻ. ഇത് വേപ്പരിച്ചി. വേപ്പരിച്ചിന് അതായത് ഫസ്റ്റ് കൊണ്ട് വന്ന് ആദ്യം തന്നെ വരുന്നത് ഏത് വണ്ടി വന്നാലും ശരി ആദ്യം ഫുൾ വെയിറ്റ് ഈ വേപ്പരിച്ചിൻ്റെ അകത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് 32 വരെ ഇതിൻ്റെ കപ്പാസിറ്റി ഉണ്ട് ഈ വേപ്പരിച്ചിന്. നമുക്ക് അതുകൊണ്ട് വണ്ടി നിർത്തിക്കൊണ്ട് വേപ്പരിച്ച് കാലി വെയിറ്റ് ഇപ്പോൾ ഫുൾ വെയിറ്റ് എടുത്തു ആദ്യം തന്നെ, പിന്നെ അത് കഴിഞ്ഞിട്ട് കാലി വെയിറ്റ് എടുക്കാനാണ് വേപ്പരിച്ച് പിടിപ്പിടിച്ച് കൊണ്ടു തൂക്കുന്ന സ്ഥലം കൊണ്ടു തൂക്കുന്ന സ്ഥലം. ഫസ്റ്റ് കൊണ്ടുവന്ന് ആദ്യം തന്നെ തൂക്കുന്നത് വേപ്പരിച്ച് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ കൊണ്ടൊക്കെ തൂക്കിയിട്ട് നേരെ നമ്മൾ ട്രപ്പിന്റെ അവിടെ പോകുന്നത്. ഫസ്റ്റ് കണ്ടായിരുന്നല്ലോ ട്രപ്പിന്റെ അവിടെ പോകുന്നത്. ലാസ്റ്റ്